അപ്പൊ നമ്മൾ ചാപ്റ്റർ 13 മോഷൻ ആൻഡ് ടൈം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, എന്താ ചാപ്റ്റർ നെയിം? മോഷൻ ആൻഡ് ടൈം. എന്താണ് മോഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോഷൻ എന്ന് പറഞ്ഞത് മോഷൻ, റെസ്റ്റ്. ഓക്കെ, മോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? റെസ്റ്റ്. അപ്പൊ എന്തായിരിക്കും? നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് പറയാറുണ്ട് അല്ലെ? എന്താണ് പറയാറ്? റെസ്റ്റ് എടുക്കുക അല്ലെ? അപ്പൊ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും മക്കളെ മീനിങ് വരിക? എന്താണ്? മൂവ്മെന്റ് അല്ലെ? ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കുള്ള മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ. ഓക്കെ, ഞാൻ മോഷനിലാണ്, മാം മോഷനിലാണെന്ന് പറയുന്നത് എന്താണ്? മാം മൂവ്മെന്റിലാണ്. ഓക്കെ, റെസ്റ്റിലല്ല, മാം മൂവ്മെന്റിലാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ മോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുക. മാം ഇപ്പൊ ഈ നിൽക്കുന്ന ഈ പൊസിഷൻ എന്ത് ചെയ്തു? ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ എന്ത് പറയാ? മാം മൂവ്മെന്റ്, മോഷൻ നടന്ന് അല്ലെ? ഓക്കെ, മോഷൻ ആയി. എന്താണ്? വൺ പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? മോഷൻ എന്ന് പറയാ. അവിടെ എന്താ നമ്മൾ മാറുന്നത്? വിത്ത് റെസ്പെക്ട് എന്താണ്? ടൈം. ടൈമിനെ ബേസ് അല്ലെ? നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കാൻ അവിടെ എന്താ ഒരു സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് അല്ലെ? ചിലപ്പോൾ 1 സെക്കൻഡ് ഓർ 2 സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ചേഞ്ചിങ് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് മോഷൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ മോഷനെ കുറിച്ചിട്ട് കുറേയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. നമ്മളുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇത് മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ആൻഡ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചാപ്റ്റർ 13. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ എന്ത് ചാപ്റ്റർ ആയിരുന്നു? സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലെ? അപ്പൊ എന്തായിരുന്നു ചാപ്റ്റർ നെയിം? മോഷൻ ആൻഡ് ടൈം. പിന്നെ ടൈം എന്താന്ന് ഞാൻ പറയണോ? എന്താണ് ടൈം എന്ന് പറയുന്നത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ? ടൈം, സമയം അല്ലെ? അപ്പൊ ഈ മോഷനും ടൈമിനെയും കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? നോക്കിയേ, വാട്ട് ഈസ് മോഷൻ? എന്താണ് മോഷൻ? ഓക്കെ, എന്താണ് മോഷൻ? An object is said to be in motion if it changes its position with respect to time. എന്താണ് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് മോഷനിലാണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ എന്താണ്? പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന്റെ പൊസിഷൻ എന്താണ് പറയുന്നത്? നമ്മളിപ്പോ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും അല്ലെ? ആ പൊസിഷന് വേറൊരു പൊസിഷനിലേക്കുള്ള ചേഞ്ച് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? എന്താണ് നമ്മളുടെ മോഷന്റെ ഡെഫിനിഷൻ? നിങ്ങൾ എന്താ ഒരാൾ ചോദിച്ചാൽ എങ്ങനെ പറയും? മോഷന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയും മക്കളെ? An object is said to be in motion എന്താണ്? If it changes its position അല്ലെ? പൊസിഷൻ ചേഞ്ച് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്ന് റെസ്പെക്ട് ചെയ്തിട്ട്? ടൈമിനെ റെസ്പെക്ട് ചെയ്തിട്ട്. ഓക്കെ, എന്താണ് മാം കൊടുത്തൊരു എക്സാമ്പിൾ നോക്കി. ഈ കാർ മൂവിങ് ഓൺ എ റോഡ് അല്ലെ? ഒരു കാർ നമ്മളുടെ റോഡിലൂടെ മൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരു മോഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, കാറിന്റെ മൂവ്മെന്റ് ഒരു മോഷന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? നമ്മൾ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന വെച്ചിട്ട് ഫസ്റ്റ് ഒരു പൊസിഷനിലായിരിക്കും, മൂവ് ചെയ്ത് അടുത്തൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? മോഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ്? What is motion? എന്തായിരുന്നു? An object is said to be in motion if it changes its position with respect to time. Okay, ടൈമിന് റെസ്പെക്ട് ചെയ്തിട്ട് എന്താണ്? പൊസിഷൻ, എന്നിന്റെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച്. ഇപ്പൊ നമ്മൾ മാം നിങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ? നമ്മളൊക്കെ ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ എന്താണ്? ആരും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരായാലും എന്താണ് വാഹനങ്ങളായാലും ഓക്കെ എനിമൽസ് ആയാലും എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് പറയും? ആ ഒബ്ജക്റ്റ് മോഷനിലാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു കാർ ഉണ്ട് അല്ലെ? ജസ്റ്റ് ഒരു മാം ഒരു കാർ കൊടുത്തിട്ടുണ്ട്. ആ കാറിന്റെ മൂവ്മെന്റ്, ഇപ്പൊ കാർ എന്തിലാണ് നിൽക്കുന്നത്? കാർ ജസ്റ്റ് അവിടെ എന്താണ്? റെസ്റ്റിലാണ് നിൽക്കുന്നത്. ഈ കാർ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ കാർ ഇവിടെ എത്താന്ന് വിചാരിച്ചേ. ഓക്കെ, കാർ ഇവിടെ എത്തുന്നത് നമ്മൾ എന്ത് പറയും? കാർ എന്താണ്? മോഷനിലാണെന്ന് പറയും അല്ലെ? ഇപ്പൊ കാർ അവിടെ നിന്നിട്ട് കാറിന്റെ മൂവ്മെന്റ് നമ്മളുടെ ഈ ഒരു പൊസിഷൻ, ഈ എ എന്ന് പറഞ്ഞ പൊസിഷനിലാണ് കാർ ഉണ്ടായിരുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് കാർ ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ? എന്താണ്? കാറിന് എന്ത് സംഭവിച്ചു? ഒരു മോഷൻ സംഭവിച്ചു. ഇവിടെ എന്താണ് മക്കൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒരു കാറാണ് ഒബ്ജക്റ്റ്. ഓക്കെ, എന്താണ് മോഷൻ എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു? മോഷൻ എന്ന് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു മോഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ് നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് റെസ്റ്റ് അല്ലെ? ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, നമ്മളൊരു ആരോട് പറയുമ്പോഴും പറയും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്താണ് ഈ റെസ്റ്റ് എന്നുള്ള മീനിങ്?
നമ്മൾ നിന്നെടുത്ത് നിന്ന് അല്ലെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നിടത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് നോക്കിയേ, ആൻ ഒബ്ജക്ട് ഈസ് സെയ്ഡ് ടു ബി അറ്റ് റെസ്റ്റ്. ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണെന്ന് പറയുകയാണെങ്കിൽ ഇഫ് ദ ഒബ്ജക്ട്സ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം. എന്താണ് പറയുന്നത്, അവരുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല, പക്ഷെ ടൈമിനനുസരിച്ച് അവരുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല അല്ലെ. ഇപ്പൊ മാം ഇവിടെ സ്റ്റാൻഡ് ചെയ്തെങ്കിൽ നിൽക്കാന്ന് വിചാരിച്ച് മാം അനങ്ങുന്നില്ല, ഓക്കെ, അപ്പൊ മാം എന്താണ് റെസ്റ്റിലാണ്. പക്ഷെ ടൈം പോകുന്നുണ്ട് അല്ലെ, ടൈം എന്താണ് ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ മാം എന്താണ് അവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇഫ് ആ മൂവ് ചെയ്താൽ എന്ത് പറയും, നമ്മൾ എന്ത് പറയും, മാം ഈസ് അറ്റ് എന്താണ് മോഷനിലാണെന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തായിരുന്നു, ആൻ ഒബ്ജക്ട് ഈസ് സെയ്ഡ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ദ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം അല്ലെ. ടൈമിന് അനുസരിച്ചിട്ട് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തതിന് നമ്മൾ എന്ത് പറയാം, ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറയും അല്ലെ. ഇവിടെ മാം ജസ്റ്റ് ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കപ്പ് അവിടെ എന്തിലാണ്, ടേബിൾ മേലെ റെസ്റ്റിലാണ് അല്ലെ. കപ്പിന് മൂവ്മെന്റ് ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, കപ്പ് ഈസ് അറ്റ് റെസ്റ്റിലാണ് അല്ലെ, കപ്പ് റെസ്റ്റിലാണ്. കപ്പിന്റെ പൊസിഷൻ പേ ആണെങ്കിൽ അപ്പൊ എത്ര ടൈം എടുത്താലും കപ്പ് അവിടെ എന്ത് ചെയ്യും, ഒരാള് മൂവ് ചെയ്യാതെ കപ്പ് മൂവ് ചെയ്യോ, ഇല്ല, കപ്പ് എന്താണ് അവിടെ റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട് അല്ലെ. ഒരു പേഴ്സൺ, അതെ ഞാൻ മാമിനെ പറഞ്ഞു അല്ലെ, മാം ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ ഗ്രൗണ്ട്, ഒരു ഗ്രൗണ്ടിൽ സ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണ്, റെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് പറയാം കാറ് നമ്മളുടെ എന്ത് ചെയ്തു, നമ്മൾ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രേക്ക് പിടിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതെന്ന് പറയാം കാർ ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാം അല്ലെ. കാർ കുറെ മോഷൻ മൂവ്മെന്റിൽ പോയിട്ട് കാർ ചിലപ്പോൾ റെസ്റ്റിലേക്ക് വരും അല്ലെ, നമ്മൾ എവിടെയെങ്കിലും എത്തി കാർ നിർത്തൂല്ലേ, അപ്പൊ അതെന്താണ്, കാറ് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് വേർഡ് പഠിച്ചു, എന്താണ് മോഷനും പിന്നെ എന്ത് പഠിച്ചു, റെസ്റ്റും. ഓക്കെ, എന്തായിരുന്നു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ an object is said to be at rest if the object does not change its position with time. എന്താണ് പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തായിരുന്നു പറയാ, എന്തായിരുന്നു മക്കളെ പറയാ, മോഷൻ. ഓക്കെ, ചേഞ്ച് ചെയ്യാത്തതിന് അറ്റ് റെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് മോഷനും റെസ്റ്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എക്സാമ്പിൾ എന്തായാലും എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് പറയുന്നത് ടൈപ്സ് ഓഫ് മോഷൻ. ഈ മോഷനിൽ തന്നെ പല ടൈപ്സും ഉണ്ട്. ഓക്കെ, നമ്മളുടെ മോഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുമ്പോൾ അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നതിന് വേറൊരു മോഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ സർക്കുലർ ആയിട്ട് പോകുന്ന ആലോചിക്കുക, സർക്കുലർ നമ്മൾ ഒരു ഗ്രൗണ്ടിലൂടെ റൗണ്ടിലൂടെ ആണെന്ന് വിചാരിച്ചേ. ഓക്കെ, അതിങ്ങനെ അതിന്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി റൗണ്ടിൽ വരൂല്ലേ, സർക്കുലർ. ഓക്കെ, അപ്പൊ അതൊരു സർക്കുലർ മോഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ മോഷൻസ് തന്നെ പല ടൈപ്സും ഉണ്ട്. ഏതാണ് ഫസ്റ്റ് കൊടുത്തേ, ലീനിയർ ഓർ സ്ട്രെയിറ്റ്. എന്താണ് ലീനിയർ ഓർ സ്ട്രെയിറ്റ്, നെയിമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ലീനിയർ ഓർ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോവാം അല്ലെങ്കിൽ ലീനിയർ ആയിട്ട് പോവുക. ഓക്കെ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അതാണ് ലീനിയർ ഓർ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ലീനിയർ ഓർ എ സ്ട്രെയിറ്റ് ഇൻ വിച്ച് ഒബ്ജക്ട് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഒബ്ജക്ട് എന്താണ് സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, നമ്മളുടെ ഏത് ടൈപ്പിൽ പെടുന്നതാണ്, ലീനിയർ ഓർ സ്ട്രെയിറ്റ് ലൈനിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ലീനിയർ ഓർ സ്ട്രെയിറ്റ് ഇൻ വിച്ച് ഒബ്ജക്ട് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഒബ്ജക്ട് സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ്, അതിന് സ്ട്രെയിറ്റ് ഓർ ലീനിയർ എന്നുള്ള ടൈപ്പിൽ പെടുത്താം. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, സർക്കുലർ അല്ലെ. സർക്കുലർ നേരത്തെ പറഞ്ഞു, എന്താണ് സർക്കുലർ എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ദ ഒബ്ജക്ട് ട്രാവൽസ് എലോങ് എ സർക്കുലർ പാത്ത്. എന്താണ് സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുക. ഓക്കെ, ഒരു സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മളുടെ സണ്ണിന് ചുറ്റുമാണ് നമ്മൾ എന്താണ് പ്ലാനറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്, അത് ശരിക്കും എന്തിൻ്റെതാണ്, റൊട്ടേറ്റ് ചെയ്യുന്നതിന് എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്, ജസ്റ്റ് സർക്കുലർ മൂവ്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നോക്കി ക്ലോക്കിന്റെ മിനിറ്റ് ഹാൻഡ് കണ്ടിട്ടുണ്ടോ, മിനിറ്റ് ഹാൻഡോ എന്താണ് സെക്കൻഡ് ഹാൻഡോ എന്ത് ഹാൻഡ് ആയാലും നമ്മൾ എന്തിലാണ് മൂവ്മെന്റ് വരുന്നത്, അത് സർക്കുലറിലാണ് മൂവ്മെന്റ് വരുന്നത് അല്ലെ. അപ്പൊ മനസ്സിലാവുന്നുണ്ട് എന്താണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. എന്താണ് സർക്കുലർ മോഷൻ, സർക്കുലർ ഇൻ വിച്ച് ദ ഒബ്ജക്ട് ട്രാവൽസ് അലോങ് എ സർക്കുലർ പാത്ത് അല്ലെ. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോഴുള്ളതാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സോറി, കർവിലീനിയർ ഇൻ വിച്ച് ദ ഒബ്ജക്ട് മൂവ്സ് അലോങ് കർവ്. ഒരു കേവിലൂടെ പാസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ, കർവിലീനിയർ എന്നാണ് പറയാം. ഒരു കർവിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേവ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതും, കേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അല്ലെ, ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ കേവിലൂടെ മൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഒരു കർവിലീനിയർ മോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളുടെ മോഷന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ജസ്റ്റ് ലീനിയർ ഓർ സ്ട്രെയിറ്റ് പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു സർക്കുലർ പറഞ്ഞു, തേർഡ് വൺ എന്ത് പറഞ്ഞു, കർവിലീനിയർ പറഞ്ഞു.
ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് മോഷൻ മനസ്സിലായോ? മോഷൻ ഏതൊരു ഒബ്ജക്റ്റും നമ്മൾ വിചാരിക്കുന്ന നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ അല്ല പാസ് ചെയ്യുക അല്ലെ. സ്ട്രെയിറ്റ് ലൈനിലല്ല മൂവ്മെന്റ് നടക്കുക, പല രീതിയിലും നടക്കും. സർക്കുലറിൽ നടക്കും, കർവീലിയറിൽ നടക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റോ എന്താണ് ലീനിയറിൽ നടക്കും. ഓക്കെ ഓക്കെ പിന്നെ നമ്മളുടെ NCERT കണ്ടിട്ടുണ്ട് സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ. എന്താണ് ഈ സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സ്ലോ മോഷൻ എന്ന് പറഞ്ഞാല്? ഭയങ്കര പതുക്കെ പോകുന്നതിന് നമ്മൾ സ്ലോ ആക്കുക എന്ന് പറയും അല്ലെ. നമ്മളിപ്പോ കാറിൽ പോവാന്ന് വിചാരിച്ച് നമ്മളുടെ ഫ്രണ്ട് ഡ്രൈവ് ചെയ്ത് നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര സ്ലോയിൽ പോകുമ്പോൾ നമ്മൾ പറയും എന്താ ഇത്ര സ്ലോയിൽ പോകുന്നത്, ഒന്ന് ഫാസ്റ്റ് ആക്കി അല്ല, ഒന്ന് ഫാസ്റ്റ് ആക്കി, ഒന്ന് സ്പീഡ് ചെയ്തേ അല്ലെ. പെട്ടെന്ന് എത്തേണ്ടതാക്കുമ്പോൾ നമ്മൾ പാരന്റ്സിനോട് പറയും ഒന്ന് സ്പീഡ് ചെയ്തു അപ്പാ അല്ലെ, സ്പീഡിലൊന്ന് പോയേ. ഓക്കെ, അത് തന്നെയാണ് എന്താണ് സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്ന് റീഡ് ചെയ്തേ. If the object covers a particular distance in less time, ഒരു ലെസ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുക, എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ആൻഡ് അനദർ ഒബ്ജക്റ്റ് കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ മോർ ടൈം ദൻ ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് സെയ്ഡ് ടു ബി മൂവിങ് സ്ലോലി വൈൽ ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ഈസ് സെയ്ഡ് ടു ബി മൂവിങ് ഫാസ്റ്റ്. എന്താ പറയുന്നത്? ഇപ്പം നമ്മൾ 2 കാർ ഉണ്ടെന്ന് വിചാരിച്ചേ. ഒരു 2 കാർ ഉണ്ടെങ്കിൽ ഒരാൾ 2 ഫ്രണ്ട്സ് ഡ്രൈവ് ചെയ്യുന്ന കാറാണെങ്കിൽ ഒരാൾ സ്കൂളിലേക്ക് ഡ്രൈവ് ചെയ്യുക, ഒരു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഒരാൾ പെട്ടെന്ന് എത്തി, ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് എത്തി, മറ്റേ ആൾ കുറച്ച് സ്ലോയിലാണ് എത്തിയത്. അപ്പൊ എന്ത് പറയാം? ഫസ്റ്റത്തെ ആള് ഫാസ്റ്റിൽ പോയി, സെക്കൻഡിന്റെ ആളത്ത് എന്തായിരിക്കും? സ്ലോയിലായിരിക്കും ഡ്രൈവ് ചെയ്ത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടി എന്താണ് സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഒന്ന് സ്ലോയിൽ പോവുക അല്ലെങ്കിൽ ഒന്ന് ഫാസ്റ്റിൽ പോവുക. അപ്പം നമ്മൾ 2 വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നിനേക്കാളും കൂടുതൽ ഇയാൾ സ്പീഡ് കൂട്ടി അങ്ങനെ പറയാറില്ലേ? ഓക്കെ, അതെന്നാണ് സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ. എന്തായിരുന്നു? ഇഫ് വൺ ഒബ്ജക്റ്റ് അല്ലെ, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇഫ് വൺ ഒബ്ജക്റ്റ് കവേഴ്സ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യുക ഇൻ ലെസ് ടൈം, ഒരു ഒബ്ജക്റ്റ് ലെസ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് വിചാരിച്ച്, ആൻഡ് അനദർ ഒബ്ജക്റ്റ് കവേഴ്സ് സെയിം ഡിസ്റ്റൻസ് മോർ ടൈം. ഓക്കെ, അപ്പം മറ്റേ ആള് വേറെ ഒരു വണ്ടി പെട്ടെന്ന് ഈ സമയം കൊണ്ട് പെട്ടെന്ന് എത്തി, മറ്റേ ആൾ എന്ത് ചെയ്തു? സെയിം ഡിസ്റ്റൻസ് പക്ഷെ കുറേ ടൈം എടുത്തു. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലോ ഓർ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെയിം ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചേ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ബി. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ആണ് നമ്മളുടെ എ ബി എന്ന് പറയുന്നത്. ഇപ്പം ഓക്കെ, നമ്മൾ ഒരാള് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു. എത്ര സെക്കൻഡിൽ ട്രാവൽ ചെയ്തു? ആളെടുത്ത ടൈമാണ് എത്ര ടൈം എടുക്കും? ഒരു 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് ഒരാൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് എ പൊസിഷനിൽ നിന്ന് നമുക്ക് എ പൊസിഷൻ സ്കൂൾ എടുക്കാം. നമുക്ക് സ്കൂളോ എന്തെടുക്കാം? ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ട്. ഓക്കെ, സ്കൂളിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ള ഗ്രൗണ്ടാണ്. അയാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വിചാരിച്ചേ ഒന്ന് സൈക്കിൾ ഡ്രൈവ് ചെയ്യാം, നമ്മൾ സൈക്കിളിലാണ് ഡ്രൈവ് ചെയ്യുന്നത് വിചാരിച്ച് അയാൾ എയിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ എടുത്ത സമയം 5 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി വേറൊരാള് വേറൊരു പേഴ്സൺ എടുത്ത ടൈമാണ് t = 10 മിനിറ്റ്. ഓക്കെ, വേറൊരു ഫ്രണ്ട് എടുത്ത സമയമാണ് 10 മിനിറ്റ് ആണെന്ന് വിചാരിച്ചേ. അപ്പൊ ഏതാളായിരിക്കും ഫാസ്റ്റിൽ പോയത്? ഫസ്റ്റ് ആളായിരിക്കില്ലേ ഫാസ്റ്റിൽ പോയത്? അതുകൊണ്ടായിരിക്കില്ലേ 5 മിനിറ്റ് കൊണ്ട് സെയിം സ്ഥലത്തെത്തിയത്. രണ്ടാമത്തെ ആളും സ്കൂളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് പോയത്, പക്ഷെ അയാൾ എടുത്ത ടൈം നോക്കി 10 മിനിറ്റ് ആണ്. ആ ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുത്ത സമയം എത്രയാണ്? 10 മിനിറ്റ് ആണ്. അപ്പൊ ആരാണ് ഫാസ്റ്റിൽ പോയത്? ഫസ്റ്റ് പേഴ്സൺ ഫാസ്റ്റിൽ പോയി, സെക്കൻഡ് പേഴ്സൺ കുറച്ച് സ്ലോയിൽ പോയതാണ്. ഓക്കെ, അപ്പൊ സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഓക്കെ, അതാണ് നമ്മളുടെ സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ എന്ന് പറയുന്നത്. ഇഫ് വൺ ഒബ്ജക്ട് കവേഴ്സ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻ ലെസ് ടൈം, ഓക്കെ, ലെസ് ടൈം
and another object covers the same distance in more time. Okay, same distance ആണ്, പക്ഷെ time എന്താണ്, more ആണ്, second person എടുത്ത്. Then the first object is said to be in moving slowly while the second object is said to be എന്താണ് എന്താണ് second object എന്താണ്, moving fast. Okay.